ഉന്നത വിദ്യാഭ്യാസം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ സമഗ്ര പദ്ധതികളുമായി കേരള സർവകലാശാല ബജറ്റ് 844.42 കോടി രൂപ വരവും സമാനമായ ചിലവും പ്രതീക്ഷിക്കുന്ന സന്തുലിത ബജറ്റാണ് അവതരിപ്പിച്ചത്. കോളേജുകളിൽ സൗഹൃദ ക്ലബ്ബുകൾ സ്ഥാപിച്ച ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും ബജറ്റിൽ നിർദ്ദേശം. വിശദമായ ചർച്ചകൾക്കൊടുവിൽ ബജറ്റ് സെനറ്റ് അംഗീകരിച്ചു. രാവിലെ 10 മണിയോടെ ചാൻസലർ കൂടിയായ ഗവർണർ സെനറ്റിനെ അഭിസംബോധന ചെയ്തു. പിന്നാലെ സർവകലാശാല ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ജി മുരളീധരൻ 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. പുതിയ കാലത്തെ തള്ളിത്തുറന്ന് വാഗ്ദത്ത ഭൂമി തേടി പ്രതീക്ഷയോടെയാണ് പുതിയ തലമുറകൾ യാത്ര തുടരുന്നത്. ഒറ്റ കുതിപ്പിൽ എത്തിച്ചേരാവുന്ന ഇടമല്ലതെന്ന് മാർക്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. അക്ഷീണമായ പ്രയത്നം ആവശ്യമുണ്ട്. കേരള സർവകലാശാലയെ ലോകോത്തരമാക്കുന്നതിനുള്ള നിരവധി ഗവേഷണ പദ്ധതികളും വികസന നിർദ്ദേശങ്ങളുമാണ് ബജറ്റിലുള്ളത്. ഗവേഷണ രംഗത്ത് ഗുണമേന്മ ഉറപ്പാക്കുന്നതിനും സമയബന്ധിതമായി ഗവേഷണം പൂർത്തീകരിക്കുന്നതിനും സഹായകമാകുന്ന തരത്തിൽ 3-5 വർഷ റിസർച്ച് സ്ലാബ് ക്രമീകരിക്കും. ഗവേഷണത്തിന് കേരള സർവകലാശാലയിൽ ചേരുന്ന മിടുക്കരായ കുട്ടികൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഗവേഷണം പൂർത്തിയാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് കേരള സർവകലാശാല ഒരുക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് ഈ സ്ലാബ് സമ്പ്രദായം. അതായത് 3 വർഷക്കാലം കൊണ്ട് ഗവേഷണം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് മാസം 25,000 രൂപ ഫെലോഷിപ്പ് നമ്മൾ കൊടുത്ത് അവരുടെ ഗവേഷണം പൂർത്തിയാക്കാനുള്ള എല്ലാ അവസരവും. ഇനി 5 വർഷം കൊണ്ട് ഗവേഷണം പൂർത്തിയാക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അവർക്ക് മാസം 15,000 രൂപ നമ്മൾ ഫെലോഷിപ്പ് കൊടുക്കും. ക്യാമ്പസുകളിൽ ലഹരിക്കെതിരെ വിപുലമായ പരിപാടികൾക്കാണ് ബജറ്റിൽ നിർദ്ദേശം. അഫിലിയേറ്റഡ് കോളേജുകളിൽ സൗഹൃദ ക്ലബ്ബുകൾ സ്ഥാപിച്ച് ലഹരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. പ്രവേശനത്തിന് മുൻപ് വിദ്യാർത്ഥികളിൽ നിന്നും ലഹരി ഉപയോഗിക്കില്ലെന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങും. ഇത് ലംഘിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കും. സ്റ്റാർട്ടപ്പുകളെ പരിപോഷിപ്പിക്കുന്നതിനായി പ്രത്യേക പദ്ധതി ബജറ്റ് നിർദ്ദേശിക്കുന്നു. സുസ്ഥിര വികസനവും വിദ്യാഭ്യാസ ഗുണമേന്മയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ബജറ്റ് വിശദമായ ചർച്ചകൾക്കൊടുവിൽ സെനറ്റ് അംഗീകരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.